നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹീം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ പ്രധാനമായും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കിഡ്നി സ്റ്റോൺസ് എന്നുള്ള സിറ്റുവേഷൻ. പ്രധാനമായും ഒരു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണ് കൂടുതലായും ഇത് കണ്ടുവരുന്നത്. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ, ഡയറ്ററി ഹാബിറ്റ്സ് ഇത് കാരണം സ്റ്റോൺസിന്റെ ഇൻസിഡൻസ് ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ പ്രധാനമായും നിങ്ങൾ സ്റ്റോൺ വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. മൂത്രം ഒരു 2.5 ലിറ്ററെങ്കിലും ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം കിഡ്നിയിലൂടെ അരിച്ചു പോകുന്ന ലവണങ്ങളൊക്കെ കല്ല് ഫോം ചെയ്യാതെ മൂത്രത്തിൽ അലിഞ്ഞു പോകുന്നതാണ്. മൂത്രം എപ്പോൾ ഒഴിക്കുമ്പോഴും അധികം കളറില്ലാതെ ഒരു നേരിയ മഞ്ഞ നിറം, അതിൽ കൂടാൻ പാടില്ല മൂത്രത്തിന്റെ കളർ. അപ്പോൾ അതിന് എയിം ചെയ്ത് നിങ്ങൾ വെള്ളം കുടിക്കുക. ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് പരമാവധി കുറക്കുക എന്നുള്ളതാണ്. ഉപ്പിന്റെ ഒരു ദിവസത്തെ ഇൻടേക്ക് ഒരു 5 ഗ്രാമിൽ താഴെ നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അതിന്റെ കൂടെ നിങ്ങൾ റെഡ് മീറ്റ്, അതായത് ബീഫ്, മട്ടൺ മുതലായിട്ടുള്ള മീറ്റിന്റെ ഇൻടേക്ക് വളരെ അധികം ലിമിറ്റ് ചെയ്യുക. ധാരാളമായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ അമിതവണ്ണമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെയിലി എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ സ്റ്റോൺസ് നമുക്ക് നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റുന്നതാണ്. ചോക്ലേറ്റ്, നട്ട്സ്, ചീര മുതലായിട്ടുള്ള സാധനങ്ങൾ വളരെയധികം ഓക്സലേറ്റ് കണ്ടന്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ മാക്സിമം കുറക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ സ്റ്റോൺസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്.